ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കറിയും കാര്യങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പൊളിക്കാനും അതുപോലെ തന്നെ വഴുതനങ്ങ ഒരു 4 എണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നത്. അപ്പോൾ നോമ്പും കാര്യങ്ങളായതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്നും പൊട്ടിക്കാറില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായി ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഒരു 2-3 എണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചീകിയെടുത്ത് ഇനി മസാല തേച്ച് വെക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടായ മാമ്പഴം വെച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരിയും കൂടെയാണ് കേട്ടോ ആക്കണത്. അപ്പോൾ അതേ വഴുതനങ്ങയിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് സുർക്കയും കൂടെ ആക്കിയിട്ട് ഒന്ന് മസാല ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അധികം വേറെ മസാലകളൊന്നും ഞാൻ ഇടാറില്ല. അധികം എരിവില്ലാണ്ട് തന്നെയാണ് കേട്ടോ അത് പൊരിച്ചെടുക്കാറ്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ വഴുതനങ്ങയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് നാടനായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടായതാണല്ലോ. അപ്പോൾ വല്ലാണ്ട് മസാല ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഗുണം മണമൊന്നും കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ മാമ്പഴം ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു അച്ച് ശർക്കര, ഒരു പച്ചമുളകൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മുന്നേ നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. ശരിക്കും നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ഇത് തേങ്ങയും ജീരകവും കൂടെ അരച്ചതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പതിച്ച് വരട്ടെ. അതിലേക്ക് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ല പുളിയ മാങ്ങയാണ്, കുറച്ച് പുളിയുള്ള മാങ്ങയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം പിന്നെ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അങ്ങനെ ദേ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാമ്പഴ പുളിശ്ശേരിയിൽ ആ ഒരു ചാറിനാണ് കേട്ടോ ഇവിടെ ആൾക്കാർ കൂടുതലുണ്ടാവുക. മാങ്ങ കഴിക്കാൻ ഇഷ്ടമാണ്, എന്നാലും ആ ഒരു ചാറുണ്ടാവില്ലേ, നല്ല ഒരു മധുരവും പുളിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചാറ് കൂടുതലാക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങക്ക് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല മധുരത്തിൽ തന്നെ ആയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് കടുക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് വേപ്പില ഇട്ട് കൊടുത്ത് 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമ്മുടെ പുളിശ്ശേരിയിൽ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് പുളിശ്ശേരി ആക്കിയിട്ടുണ്ടായിരുന്നത്. തീ അത്യാവശ്യം ഉണ്ട്. പിന്നെ ചോറ് നേരത്തെ തന്നെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ വീട്ടിലെ പണികളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓരോ ഐഡിയ വെച്ചിട്ട് നമ്മളിങ്ങനെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ കഴിയും കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, പണികളായിട്ട് ഇങ്ങനെ കുറേ നേരം അതിനായിട്ട് തന്നെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനത്തെ വഴുതനങ്ങൾക്ക് പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോറ് അപ്പോഴേക്കും ഇറക്കി വെച്ചതൊന്നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.